ഞാൻ പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായ CPM നേതാക്കന്മാർക്കെതിരായി എന്തുകൊണ്ടാണ് അച്ചടക്ക നടപടി പാർട്ടി സ്വീകരിക്കാത്തതെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കി. കാരണം ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി നിയോഗിച്ച SIT ഹൈക്കോടതിയും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർ ജാമ്യം തേടിപ്പോയപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും കർശനമായ ഭാഷയിലാണ് അവർക്ക് ജാമ്യം വിലക്കിയത്. കാരണം ഗുരുതരമായ ആരോപണമാണ് അവർക്കുള്ളത്. അവർ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചുവെന്നും അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റുവെന്നും അതിന് പകരമായി വ്യാജ മോൾഡിൽ ചെമ്പിൽ അതുണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം നിലനിൽക്കുകയും നിരവധി ദിവസം ജയിലിൽ കിടക്കുകയും ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് മാത്രം ജാമ്യം കിട്ടി പുറത്തുവരികയും ചെയ്ത ആളാണ്. അവരെ എന്തുകൊണ്ടാണ് CPM സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ട് CPM സംരക്ഷിക്കുന്നു? ഇതുപോലത്തെ ഒരു കവർച്ച കേസിൽ പ്രതികളായ നേതാക്കൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരിക്കുകയാണ് CPMന്റെ. അപ്പൊ CPM അവരെ പൂർണ്ണമായി സംരക്ഷിക്കുകയാണോ? അവർക്കെതിരായി എന്തുകൊണ്ട് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നില്ല? ഏത് പാർട്ടിയാണെങ്കിലും ഇത്തരം കേസുകളിൽപ്പെട്ട ആളുകൾക്കെതിരായി അപ്പോൾ നടപടി സ്വീകരിക്കും, ഇല്ലേ? ഇതിനേക്കാളും നിസ്സാരമായ കേസുകളിൽപ്പെട്ട ആളുകൾക്ക് വരെ ഏത് രാഷ്ട്രീയ പാർട്ടിയും നടപടികൾ സ്വീകരിക്കുമ്പോൾ ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കട്ടെടുക്കുകയും അവിടെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരു കോടീശ്വരന് വിൽക്കുകയും ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത പ്രതികളെ എന്തുകൊണ്ടാണ് CPM സംരക്ഷിക്കുന്നത്? അത് ബാക്കിയുള്ള ഇപ്പോഴത്തെ മന്ത്രിയുടെയും മുൻ മന്ത്രിയുടെയും പേര് അവർ പുറത്തു പറയും എന്നുള്ള ഭയം കൊണ്ടാണോ അവരെ സംരക്ഷിക്കുന്നത്? അവർക്കെതിരായി എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? എന്ത് സമ്മർദ്ദമാണ് അതിന്റെ പുറകിലുള്ളത്? മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ കവർച്ച ചെയ്ത ആളുകൾക്ക് പൂർണ്ണമായ സംരക്ഷണമാണ് സർക്കാരും പാർട്ടിയും കൊടുക്കുന്നത്. അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. കവർച്ചക്കാർക്ക്, കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന സർക്കാരാണിത്. എത്ര ദിവസം അവർ ജയിലിൽ കിടന്നു. എന്നിട്ട് പുറത്തു വന്നപ്പോ നമ്മുടെ ഭാഗ്യത്തിൽ അവര് സ്വീകരിച്ച് ചുവന്ന മാലയിട്ട് സ്വീകരിക്കാൻ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, അവരുടെ കൂടെയുണ്ട് എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പാർട്ടി. എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ആരോപണമുള്ള ആളുകൾക്കെതിരെ ചെയ്യാതിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയേ മതിയാവൂ. ഒഴിഞ്ഞുമാറിയാണ് ഈ ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. ഇപ്പൊ മുഖ്യമന്ത്രി ഏതായാലും വന്ന എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ, തെരഞ്ഞെടുപ്പായപ്പോ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഇതിന് മറുപടി പറഞ്ഞേ മതിയാവും. അന്നൊക്കെ ഞങ്ങളൊക്കെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി, മാധ്യമങ്ങളെ കാണാതെ ഒഴിഞ്ഞുമാറി. എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ ചോദ്യത്തിന് കൂടി മുഖ്യമന്ത്രി മറുപടി പറയണം, പാർട്ടി സെക്രട്ടറിയും മറുപടി പറയണം. അത് കാരണം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയണം. രണ്ടാമതൊരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് വർഗീയവാദികളുടെ കൂടെയാണോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരോധമാണോ അവരുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് സംശയം തോന്നുന്ന തരത്തിൽ FCRI നിയമത്തിൽ വീണ്ടും ഭേദഗതികൾ കൊണ്ടുവരികയാണ്. അപ്പൊ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ മുഴുവൻ അനാവശ്യമായി ഉപദ്രവിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സംഘടനകളെ അനാവശ്യമായി ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു നിയമ ഭേദഗതിയാണ് പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഗൌരവതരമായ വകുപ്പുകൾ അതിന്റെ അകത്തുണ്ട്. അതായത് ലൈസൻസ് പുതുക്കാതിരിക്കുകയോ ലൈസൻസ് പുതുക്കാൻ വൈകുകയോ ലൈസൻസ് പുതുക്കി കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ അവരുടെ ഈ ആസ്തികൾ മുഴുവൻ, ഈ സംഘടനകളുടെ ആസ്തികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്. അപ്പൊ നേരത്തെ ബുൾഡോസർ കൊണ്ട് വീടുകൾ തകർത്തതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ അധികാരത്തിന് മേലുള്ള, അവരുടെ അവകാശങ്ങൾക്ക് മേലുള്ള നഗ്നമായ കടന്നുകയറ്റമാണ് FCRI ഭേദഗതി നിയമം. അടിയന്തരമായി മതപരിവർത്തന വിരുദ്ധ നിയമം ഉണ്ടാക്കി വാദികളെ പോലും അറസ്റ്റ് ചെയ്യുന്ന BJP സർക്കാരുകൾ ഈ നിയമം പാസാക്കിയാൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ ഉപദ്രവിക്കുകയും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ നിയമം, ഭേദഗതി നിയമം പാസാക്കുന്നതിൽ നിന്ന് പിന്മാറണം എന്നാണ് UDFന്റെ അഭിപ്രായം.
UDF അത് ആവശ്യപ്പെടും. അല്ലല്ല, ഡീലുണ്ടല്ലോ അവിടെ. അന്ന് എനിക്ക് വേറെ വിഷയമൊന്നും പറയാൻ പാടില്ലേ? അല്ല, ഞാൻ ചോദിച്ച എനിക്ക് അല്ല ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. എനിക്ക് വേറെ ഒരു വിഷയവും പറയാൻ പാടില്ല. അല്ലല്ല, അങ്ങനെയല്ല. എനിക്ക് വേറൊരു വിഷയം ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അങ്ങാണ് എന്റെ അജണ്ട നിശ്ചയിക്കുന്നത്. ഞാൻ എന്ത് വിഷയം ഓരോ ദിവസവും പറയണമെന്ന് നിശ്ചയിക്കുന്നത്. നിങ്ങൾ ഇന്നലെ ഒരാൾ ചോദിച്ചല്ലോ, എല്ലാ ദിവസവും ഇത് മാത്രമുള്ളതെന്ന് ചോദിച്ചല്ലോ. നിങ്ങളല്ല ഞങ്ങളുടെ അജണ്ട നിശ്ചയിക്കുന്നത്, നിങ്ങളല്ല. ഞങ്ങളുടെ അജണ്ട നിശ്ചയിക്കുന്നത് ഓരോ ദിവസവും എന്തു പറയണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. UDF നേതൃത്വം തീരുമാനിച്ചിട്ടാണ്. അത് നിങ്ങൾ തീരുമാനിക്കാൻ പറയണ്ട. പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ ഈ RSS നേതാവിനെ കണ്ടതും സഹായം അഭ്യർത്ഥിച്ചത് ആവർത്തിച്ച് വിഷയം സജീവമാക്കി നിർത്തുന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും? RSS നേതാവിനെ ADGP പറഞ്ഞയച്ചത് കണ്ടത് മുഖ്യമന്ത്രിയാണ്. അടച്ചിട്ട മുറിയിൽ ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ RSS നേതാക്കളുമായി ചർച്ച നടത്തിയത്. 1-ാം നമ്പർ കാർ മാറി വേറെ കാറിൽ വന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾക്കറിയാലോ. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചില്ലേ? മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി തലകുനിച്ചിരുന്നു. നിങ്ങൾ ശ്രീ എം വ്യക്തമാക്കിയല്ലോ. ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ശ്രീ എം വെളിപ്പെടുത്തിയല്ലോ. സ്വന്തം കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരു RSSുമായിട്ട് ഒരു ബന്ധമില്ല. RV ബാബു ഒരു കോൺഗ്രസ് വിരുദ്ധനും ഒരു തട്ടിപ്പ് നടത്തിയിട്ട് ഇവിടെ വന്ന് പറവിൽ താമസിക്കുന്ന ആൾ. അയാൾക്കെതിരായിട്ട് കോൺഗ്രസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള വിരോധമാണ്, കോൺഗ്രസ് വിരോധമാണ്. അപ്പൊ തന്നെ മനസ്സിലായല്ലോ, അയാൾ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ. പറവൂർ നിയോജകമണ്ഡലത്തിലെ BJPക്കാര് എന്നെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അയാൾ എന്നെ പിന്തുണയ്ക്കില്ലേ? അതല്ലല്ലോ ചെയ്ത്, എന്നെ ശക്തിയായി എതിർക്കല്ലേ ചെയ്ത്. അതാ ചോദിച്ചത്. അയാൾ എന്നെ ശക്തിയായി എതിർക്കല്ലേ? അതല്ല, ഇവിടെ BD ജയസന്റെ സ്ഥാനാർത്ഥി മാറി BJP സ്ഥാനാർത്ഥിയായി. ഇവിടെ ഒരു ഡീലും നടക്കൂല. ഒരു സ്ഥലത്തും ഒരു ഡീലും നടക്കൂല. 2001-ലും 2006-ലും ഈ പറയുന്ന അനുസരിച്ച് അങ്ങ് ഏതെങ്കിലും RSS നേതാവിനെ ഒരാളെയും കണ്ടിട്ടില്ല. കാണേണ്ട ആവശ്യം. നിങ്ങൾ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്ക്. BJPയുടെ വോട്ട് ഇവിടെ കൂടി വരികയാണ്. ഇവിടെ കുറഞ്ഞിട്ടില്ല. ഇനി കേട്ടോ, BD ജയസന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് എല്ലാവരും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയത് 2016-ലാണ്. അന്നാണ് അവര് NDAക്ക് ഇവിടെ 28,000 വോട്ട് കിട്ടി. കാരണം BD ജയസ് പുതിയതായി ഉണ്ടാക്കിയപ്പോ അന്ന് ഞാൻ 20,000 വോട്ട് ജയിച്ച ആളാ. ഞാൻ 20,000 വോട്ടിന് അന്ന് ജയിച്ചു. മനസ്സിലായോ? 20,000 എന്റെ 11,000. ഞാൻ പന്ന്യൻ രവീന്ദ്രനെ തോൽപ്പിച്ചത് 11,000 വോട്ടിനാണ്. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമായി വർദ്ധിച്ചു. ഞാൻ ചോദിക്കട്ടെ, എന്നെ അവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ RV ബാബു മുഖ്യമന്ത്രിയും കൂടി ഒരു വശത്താണ് ഇപ്പൊ നിൽക്കുന്നത്. എന്നെ അവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ? എന്നെ സപ്പോർട്ടല്ലല്ലോ ചെയ്ത്, എനിക്കെതിരായിട്ടല്ലേ പറഞ്ഞത്. തോക്കണമെന്നല്ലേ പറഞ്ഞ. സതീശൻ തോക്കണമെന്ന് പിന്നെ ആരൊക്കെ പറഞ്ഞു? BJP നേതാവായ TP സെൻകുമാർ എന്താ പറഞ്ഞത്? 3-ാം സ്ഥാനത്ത് വരുന്ന BJPയുടെ വോട്ട് മറിച്ച് 2-ാം സ്ഥാനത്ത് വരുന്ന LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പരസ്യമായി പറഞ്ഞില്ലേ? അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് EP ജയരാജൻ പറഞ്ഞൊരു കാര്യമാണ്, SDPയുടെ വോട്ട് സ്വീകരിക്കുമോ LDF എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു സ്വീകരിക്കും. ആരുടെ വോട്ടും LDF സ്വീകരിക്കും, ജയിക്കുകയാണ് അവസാന ലക്ഷ്യമെന്ന്. അല്ല, അവര് പറഞ്ഞല്ലോ. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്തപ്പോഴല്ലേ LDFന് പ്രശ്നമുള്ളൂ. LDFനും പിണറായി വിജയനും പ്രശ്നമുള്ളൂ. മനസ്സിലായില്ലേ? RSSുമായി ഞങ്ങൾക്ക് ചില കാലത്ത് ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ ക്ലിപ്പ് ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പിന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. RSSുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്, ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ പറയും ഒരു ബന്ധമില്ലെന്ന് പറയാണ്. ആരാ നുണ പറയുന്നത്? ആരാണ് എല്ലില്ലാത്ത നാവ് കൊണ്ട് നുണ പറയുന്നത്? ആരാണ്? ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു കാലത്തും ബന്ധമില്ലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പൊ ഞാൻ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ സംസാരിച്ചത്. അപ്പൊ ആരാ നുണ പറഞ്ഞത്? അത് പിറ്റേ ദിവസം സമ്മതിച്ചു ബന്ധം ഉണ്ടായിരുന്നു എന്ന്. അല്ലെ, പിറ്റേ ദിവസം സമ്മതിച്ചു, കോഴിക്കോട് വെച്ച് സമ്മതിച്ചു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ ആരാ നുണ പറഞ്ഞത്? PDP പിന്തുണച്ചു. ആരെ? LDFന്. ഒരു കുഴപ്പമില്ല. PDP മതേതര പാർട്ടിയാണോ? PDP മതേതര പാർട്ടിയാണോ? SDPI മതേതര പാർട്ടിയാണോ? അന്ന് CPM ആണ് മതേതര പാർട്ടി ആരാണെന്നും വർഗീയ പാർട്ടി ആരാണെന്ന് തീരുമാനിക്കും. രണ്ടുപേരും രണ്ട് രീതിയിൽ സംസാരിക്കുന്ന രണ്ട് നേതാക്കൾ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ഞാൻ എന്റെ തിരിച്ചുള്ള ചോദ്യം, PDP പിന്തുണ കൊടുത്തിട്ടില്ലേ? PDP കൊടുത്തിട്ടില്ലേ LDFന്? അതല്ല. അപ്പൊ PDP മതേതര പാർട്ടിയാണെന്ന് പിണറായി വിജയൻ ഒന്ന് പ്രഖ്യാപിക്കട്ടെ. PDP മതേതര പാർട്ടിയാണോ? ആണോ? അല്ല.
പിണറായി വിജയൻ ഒന്ന് പറയട്ടെ. EP സത്യം പറഞ്ഞു എന്നാണോ? EP ജയരാജൻ സത്യം പറഞ്ഞതാണോ? EP ജയരാജൻ ഞങ്ങൾക്ക് എന്താ CPM LDF ഏതെങ്കിലും കക്ഷി പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് എന്താ കുഴപ്പം? അവർ പിന്തുണ പ്രഖ്യാപിക്കട്ടെ. ഞങ്ങൾക്ക് അതുപോലെ വെൽഫെയർ പാർട്ടി 4 പതിറ്റാണ്ട് കാലം CPM കൂടെ നിന്ന് ഒരു പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. ഇവര് വർഗീയത ഇളക്കാൻ വേണ്ടിയിട്ട്, ഭൂരിപക്ഷ വർഗീയത ഇളക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഇളക്കി വിട്ടത്. ഇവരുടെ PDP ബന്ധം ഞങ്ങൾക്ക് പറയാമല്ലോ. ഇവരുടെ PDP ബന്ധം. ഒരു കാര്യം കൂടി, ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ച ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അങ്ങേ വളരെ മോശമായിട്ട് ബഫൂൺ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ലോകാവസാനമായിരിക്കും 100 സീറ്റ് UDF കിട്ടിയാൽ എന്നൊക്കെയാണ് അങ്ങേര് പറഞ്ഞത്. അതേ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് കൂടി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് ജയിക്കുന്നു അല്ലേ? കോൺഗ്രസ് നേതാവിന് ഒരാളുടെ പേര് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അറിയാലോ കോൺഗ്രസ് ജയിക്കും, UDF ജയിക്കും എന്നറിയാലോ അദ്ദേഹത്തിന്. അത്രയും മതി എനിക്ക് സന്തോഷമായി. എന്നെ പറഞ്ഞോട്ടെ, എന്നെ എന്ത് വേണേലും പറഞ്ഞു. അതല്ല, അതിനേക്കാളും മോശമാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവായ പിന്നെ തവളെ പോലെ ചേർത്തെന്ന് പറഞ്ഞു ഇല്ലേ? പിന്നെ ഞാൻ പന്നനാണ്, വൃത്തികെട്ടവനാണ്, അതൊക്കെ പറഞ്ഞു. 90 വയസ്സായില്ലേ, ഞാൻ എങ്ങനെ തിരിച്ചു വരണത്? അദ്ദേഹത്തിന് 90 വയസ്സായി. അല്ല, അദ്ദേഹത്തിന് 90 വയസ്സായി. ഞാൻ വല്ലതും പറഞ്ഞാൽ അതിലെ ബാക്കി ഉണ്ടാവുള്ളൂ. എന്നെ പറഞ്ഞതൊക്കെ പോവില്ലേ? ഞാൻ ഒന്നും പറയില്ല. 90 വയസ്സായിന്ന്. മങ്കടയിൽ ഉൾപ്പെടെ SDP പിന്തുണ CPM-നാണെന്നും അതേ സാധനം പല സ്ഥലത്തും ആവർത്തിക്കുന്നുണ്ടെന്നും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആരോപണം ശരിയാണ്? അല്ല, അദ്ദേഹം അത് പഠിച്ചിട്ടായിരിക്കും പറഞ്ഞത്. പഠിക്കാതെ പറയൂ, പഠിക്കാതെ പറയൂ. നേമത്തും പാലക്കാടും UDF ചിത്രത്തിലേ ഇല്ലാന്നാണ് ഇപ്പൊ നേതാക്കൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവിടെ ഞങ്ങളുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി മുൻ MLA ശബരിനാഥാണ് മത്സരിക്കുന്നത്. KS ശബരിനാഥ്. അത് ശിവൻകുട്ടി മനസ്സിലാക്കിക്കൊള്ളത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ. പിന്നെ പാലക്കാട് ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ്. 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ്. അല്ല, 18,000 ഇവിടെ CPM. പരിതാപകരമായ 3-ാം സ്ഥാനത്താണ് ഈ പാലക്കാട്. ഞങ്ങൾ കരുതുന്നത് ഈ നേമത്ത് അവസാന റൌണ്ടിൽ മത്സരം UDF LDF തമ്മിലാവുമെന്ന ഞങ്ങൾ കരുതുന്നത്. പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് UDF-ഉം BJP-യും തമ്മിലാണ് മത്സരം. കാരണം ഭയങ്കര വ്യത്യാസമാണ്. CPM-ന് വലിയ വ്യത്യാസം. പരിതാപകരമായ 3-ാം സ്ഥാനത്താണ്. നേമത്ത് ഞങ്ങള് നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഞങ്ങൾ വന്ന് അത് ആയിട്ട് വരും. നിങ്ങളൊക്കെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പറഞ്ഞു, ഏതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ അവസാനം ശരിയായത്? അല്ല, നിങ്ങളാരും എന്നോട് പറഞ്ഞതോ നിങ്ങളാരും എന്നോട് ചോദിച്ചതോ അല്ലല്ലോ ശരിയായത്. ഞാനല്ലേ പറഞ്ഞത് 15,000 വോട്ടിന് ജയിക്കേണ്ട സ്ഥലമാണ് പാലക്കാട്. പക്ഷെ CPM അവിടെ കാണിച്ച വൃത്തികേടുകൾ കൊണ്ട് അത് അതിന് മീതെ പോവും എന്ന് ഞാനല്ലേ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ്. ഞാൻ പറഞ്ഞതല്ലേ അവിടെ റെഡിയായത്. 18,000 വോട്ടിന് ജയിച്ചില്ലേ? നിലമ്പൂര് പറഞ്ഞതും ഞാൻ പറഞ്ഞ കണക്കല്ലേ ശരിയായത്? പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഞാൻ പറഞ്ഞ കണക്കല്ലേ ശരിയായത്? ഈ കണക്ക് അത് തന്നെയാണ്. രമേശ് ചെന്നിത്തല ഈ സമയത്ത് മുഖ്യമന്ത്രി ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നത് അങ്ങയുടെ വിഭാഗത്തിന് ഒരു വിഭാഗം നേതാക്കൾ അതിലൊരു പരിഭവം ഉണ്ടോ? രമേശ് ചെന്നിത്തലയെ പല കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടുന്നു. അതിൽ ഈ ഘട്ടത്തിൽ ഒരു പരിഭവം? ഒരു പരിഭവമില്ല. ഏത് കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടിയാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം UDF ജയിക്കുന്നതാണ് ആ പറഞ്ഞതിന്റെ എല്ലാത്തിന്റെ അർത്ഥം. ഇപ്പൊ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു മുഖ്യമന്ത്രി, എന്നോടുള്ള വിരോധം കൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ UDF ജയിക്കുന്ന ഉറപ്പാണ്. പിന്നെ UDF-നെ അല്ല കുറ്റപ്പെടുത്തിയത്, കോൺഗ്രസിനെ അല്ല കുറ്റപ്പെടുത്തിയത്, എന്റെയാണ് വ്യക്തിപരമായിട്ടാണ്. അത് ഞാൻ സഹിച്ചു. ഞാൻ സഹിച്ചെന്നേ. അല്ല, 100 അത് അദ്ദേഹം പറയട്ടെ എന്ന്. അദ്ദേഹമല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. അതാലോചിക്കട്ടെ. 100 സീറ്റ് കിട്ടും എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രഖ്യാപനവുമാണ്. 100 സീറ്റിലധികം സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും. ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടലും 100 സീറ്റ് എന്നുള്ളതിൽ ഞങ്ങൾ അതിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങളിത് പറയാൻ ഒരു ബേസ് ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ടല്ലോ. ഞങ്ങൾ ജയിച്ചു വരുന്ന ഭൂരിപക്ഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞങ്ങള് ജയിച്ചു വരുന്ന 25,000 വോട്ട് തൃക്കാക്കരയിൽ, 37,000 വോട്ട് പുതുപ്പള്ളിയിൽ, 18,000 വോട്ട് പാലക്കാട്, ചേലക്കരയിലെ LDF-ന്റെ 40,000 ഭൂരിപക്ഷം 12,000. അവര് 3,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഞങ്ങൾ 11,000 വോട്ട്. പാർലമെന്റ് ഇലക്ഷനിൽ എല്ലാവരുടെയും ഭൂരിപക്ഷം കൂടി, ലക്ഷക്കണക്കിന് ഭൂരിപക്ഷം. മലബാറിലെ എല്ലാ സീറ്റിലും 1,00,000-ന് മീതെയാണ് ഭൂരിപക്ഷം. 30 കൊല്ലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം ലോക്കൽ ബോഡിയിൽ 4 കോർപ്പറേഷൻ പിടിച്ചു നിൽക്കുകയാണ് UDF. അപ്പൊ ആ ഒരു ശ്രേണിയിൽ, ആ ഒരു ട്രെൻഡിൽ വിജയം പോകുമ്പോൾ 2001-ലെ വിജയം ഉണ്ടാവും. കേരളം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. ഒരു UDF തരംഗത്തിന്റെ സാധ്യത ഉറപ്പായിട്ടുണ്ട്. UDF തരംഗമാണ്. എനിക്കത് പുതിയുഗ യാത്രയിൽ കൂടുതൽ ബോധ്യമായതാണ്.
ഞാൻ 100-ലധികം സീറ്റിൽ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് പുതുയുഗ യാത്രയ്ക്ക് അടിവരയിട്ടു. നിങ്ങൾ കണ്ടതല്ലേ പുതുയുഗ യാത്ര? നിങ്ങൾ എത്ര രാഷ്ട്രീയ ജാഥകൾ കണ്ട മാധ്യമപ്രവർത്തകരാണ്? ഈ തെരഞ്ഞെടുപ്പ് ചർച്ച പൂർണ്ണമായിട്ടും ഈ ഡീലിലും അതോടൊപ്പം ഇപ്പം ശബരിമല വിഷയം ഉന്നയിക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരു സർക്കാർ വന്നെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഗ്യാരണ്ടി പറയേക്ക്, ഞങ്ങൾ ഗ്യാരണ്ടി മാധ്യമങ്ങളെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഡീലിനെ കുറിച്ചും അല്ല, അത് ഞാനല്ലേ എന്റെ അജണ്ട തീരുമാനിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് UDF അല്ലേ UDFന്റെ അജണ്ട തീരുമാനം. ഞങ്ങള് എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും ഗ്യാരണ്ടി കാർഡ് എത്തിക്കുകയാണ്. എല്ലാ വീടുകളിലും ഗ്യാരണ്ടി കാർഡ് എത്തിക്കുക. ഞാൻ എല്ലാ പൊതുയോഗങ്ങളിലും, നിങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ചോദിക്കും, ഞാൻ പങ്കെടുത്ത എല്ലാ പൊതുയോഗങ്ങളിലും പ്രധാന വിഷയം ഗ്യാരണ്ടി കാർഡാണ്. അത് KSRTCയിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്നും പെൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം കൊടുക്കുമെന്നും സംരംഭം തുടങ്ങുന്ന ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ കൊടുക്കുമെന്നും അതുപോലെ ഇൻഷുറൻസ് പോളിസി ചികിത്സാ ചെലവ് പകുതിയായി വെട്ടിക്കുറയ്ക്കുന്ന ഇൻഷുറൻസ് പോളിസി കൊണ്ടുവരുമെന്നും വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിക്കണമെന്നുള്ള 5 ഗ്യാരണ്ടി പ്ലസ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളത്. അത് ഞങ്ങളുടെ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹോർഡിങ്സിൽ, ഞങ്ങളുടെ ക്യാമ്പയിനിൽ, ഞങ്ങളുടെ പരസ്യത്തിൽ, ഞങ്ങൾ വീടുകളിലാണ് എത്തിക്കുന്ന ഗ്യാരണ്ടി കാർഡ്. അങ്ങനെ മറ്റേ അടുത്ത ദിവസം പറവൂരിലെ ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങ് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകും. അവിടെ അങ്ങ് പുനർജനിക്കായി ഒരു കല്ലിട്ടെടുത്താണ് യാത്ര അവസാനിക്കുക. അല്ല, അതെന്താ വെച്ചാൽ ഒരാള് സൗജന്യമായിട്ട് ഒരു സ്ഥലം തന്നു. ആ സ്ഥലം തന്നു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ഒരു ഫ്ളാറ്റ് പണിയാൻ വേണ്ടി ശിലാസ്ഥാപനം നടത്തി. അത് ഈ ലിസ്റ്റിൽപ്പെട്ട ഭൂമിയായിരുന്നു. എങ്ങനെ പാടമാണ് എന്നുള്ളതാണെന്ന് പിന്നീടാണ് അറിയുന്നത്. അപ്പൊ അത് തരം മാറ്റി കിട്ടില്ല. തരം മാറ്റി കിട്ടാത്തതുകൊണ്ട് ആ പദ്ധതി ഉപേക്ഷിച്ച് വേറെ 4 വീട് വെച്ചു കൊടുത്തു. ഞങ്ങള് 300ഓളം വീടുകളാണ് പണിതത് ഇവിടെ. ആ ഭൂമി തരം മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് ഭൂമി തരം മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ അത് ഉപേക്ഷിച്ചിട്ട് വേറെ വീട് വെച്ചു കൊടുത്തു. അത് 4 പേര് ആ ഫ്ളാറ്റ് പണിയാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ 4 പേരുടെ പണം കൊണ്ട് 4 വീട് വേറെ വെച്ചു കൊടുത്തു. അവിടെയുള്ളവർക്കൊക്കെ അറിയാം. ഇത് പുറത്തുനിന്ന് വന്ന ആളല്ലേ സമരം നടത്തിയത്. ഇന്ന് വയനാട്ടിൽ നിന്ന് വന്ന വാർത്തയാണ് 178 വീടുകൾ ടൗൺഷിപ്പിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. പക്ഷെ അവിടെ ഇപ്പോഴും താമസിക്കാറായിട്ടില്ല. അതിന്റെ പണി തീർന്നിട്ടില്ല. അതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തിയാണ്. പിന്നെ ഞങ്ങളുടെ പണം എവിടെ പോയെന്ന് വെച്ചാൽ ഞങ്ങളുടെ പണം ഉപയോഗിച്ച് ഞങ്ങൾ അവിടെ സ്ഥലം മേടിച്ചു. ഞാൻ ചെയ്യട്ടെ, 1 കൊല്ലം പിടിച്ചു സർക്കാർ സ്ഥലം മേടിക്കാൻ. കേൾക്ക്, 1 കൊല്ലം ഞങ്ങൾക്ക് അവിടെ സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അവസാനം പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകമായി സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിക്കാൻ പോയത്. ലീഗ് അതിന് പോയില്ല. ലീഗ് നേരത്തെ സ്ഥലം മേടിച്ചു. സർക്കാർ തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് സ്ഥലം മേടിക്കുന്നത്. സർക്കാർ 1 കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. നിങ്ങൾ എന്തെല്ലാം ആക്ഷേപം, എന്തെല്ലാം ഇല്ലില്ല എന്തെല്ലാം ഇല്ലല്ല അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. അവിടെ പണി തുടങ്ങി, കഴിഞ്ഞ ദിവസം തുടങ്ങി. നിങ്ങൾ കേൾക്ക്, നിങ്ങൾ എന്തെല്ലാം എന്ന് പറയാം. അവിടെ ആന കയറുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നേരിട്ട് പോയി. മെയിൻ റോഡുണ്ടല്ല, മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള സ്ഥലമാണ്. തൊട്ടിപ്പുറത്തൊരു മഠമാണ്, ചുറ്റും വീടുകളാണ് ഉള്ള ഒരു സ്ഥലത്താണ് അവിടെ. ഞാൻ മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ നടന്നാണ് ഈ സ്ഥലത്ത് പോയത്. വ്യാപകമായ പ്രചരണം നടത്തി ആന കയറുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. മെയിൻ ഹൈവേയുടെ തൊട്ട് സൈഡിൽ തൊട്ടപ്പുറത്തൊരു മഠവും സ്ഥാപനങ്ങളും അതിന്റെ അപ്പുറത്തൊരു റിസോർട്ടും ഉള്ള സ്ഥലമാണ്. പച്ചക്കള്ളമാണ് പ്രചരിപ്പിച്ചത്, സ്ഥലത്തെ പറ്റി പ്രചരിപ്പിച്ചത്. സ്ഥലത്ത് ഞങ്ങൾ കല്ലിട്ട് പണി തുടങ്ങി. ഇവരിപ്പോ ഉദ്ഘാടനം അല്ല, കേൾക്ക്, പറഞ്ഞ അതല്ലേ പറഞ്ഞത്. 1 കൊല്ലം എടുത്തിട്ട് പണിത വീട് ആൾക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതന്വേഷിക്കാതെ അതായത് എത്ര ദിവസമായി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് താക്കോല് കൊടുത്തോ? പിന്നെ ഒരു കൊച്ചിന്റെ പടം എടുത്തിട്ട് പ്രധാനമന്ത്രി എടുത്തിട്ട് പോയതാണ്, പ്രതിപക്ഷ നേതാവ് എടുത്തിട്ട് പോയതാണ്. ഞങ്ങളാണ് വീടിന് താക്കോല് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പരസ്യം കൊടുക്കണ്ട. ആ കൊച്ചിന് വേണ്ടി എന്തെല്ലാമാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തതെന്ന് നിങ്ങൾ ആ വീട്ടുകാരോട് ചോദിച്ചു. എന്തെല്ലാമാണ് ഞാനതിന് പരസ്യം ആ കൊച്ചിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീട്ടിന് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് പ്രതിപക്ഷ നേതാവ്. ഇതാണ് സൈബർ സംഘം പറയാണ്. പ്രതിപക്ഷ നേതാവ് ആ കൊച്ചിനെ എടുത്തു, പ്രധാനമന്ത്രി ആ കൊച്ചിനെ എടുത്തു, മുഖ്യമന്ത്രി കൊച്ചിനെ എടുത്തിട്ട് താക്കോല് കൊടുത്തു എന്നാണ്. അതായത് ഞങ്ങളാരും ഒന്നും ചെയ്തില്ല. പ്രധാനമന്ത്രിയുടെ എനിക്കറിയില്ല. ഞാൻ ചെയ്ത കാര്യം ഞാൻ വാർത്തയാക്കിയില്ല. കാരണം ഒരു പിഞ്ചു കുഞ്ഞിന് വേണ്ടി ആ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു എന്ന് അവർ ചോദിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ ആ കുടുംബത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ആ വീട്ടുകാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വൃത്തികെട്ട പ്രചരണങ്ങളാണ് CPM നടത്തുന്നത്. ഈ ജോയിന്റ് അക്കൗണ്ടിലെ പണം എവിടെയെന്നാണല്ലോ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവരോട് പറയണെന്തിന്?
ഞങ്ങളിത് ബോധ്യപ്പെടുത്തുന്നത് അവരോട് സ്ഥലം വാങ്ങി എന്നുള്ളതാണോ? അതിനകത്ത് സ്ഥലം വാങ്ങി ഞങ്ങൾ പണി തുടങ്ങുമല്ലേ. അല്ല പ്രതിഷേധ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ലീഗ് തന്നെ 52 വീട് വെച്ച് കൊടുത്തില്ലേ, അതിന്റെ താക്കോല് കൊടുത്തില്ലേ. പൊതുജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കാനുള്ള ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുത്തണ്ടേ? എന്തിന് അത് വേണ്ടേ? എന്താ കാര്യത്തിന് ഞങ്ങൾ എന്തിനാ ഇവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങൾ അവർ ചോദിക്കുന്നതിലൂടെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അവര് മറുപടി പറഞ്ഞില്ലല്ലോ. 642 കോടി രൂപ പിരിച്ചിട്ട് അവിടെ ചികിത്സാ ചെലവിന് പോലും കാശ് കൊടുത്തില്ല. ഇവരെ വീട്ടിലെ പൈസയാണ് നാട്ടുകാർ, ഞാനടക്കം പൈസ കൊടുത്താണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാനടക്കം പൈസ കൊടുത്താണ്. നാട്ടിലെ ഒരുപാട് ആളുകൾ പൈസ കൊടുത്ത അവിടെ ചികിത്സാ ചെലവിന് പോലും പൈസ കൊടുത്തില്ല, റെന്റ് കൊടുത്തില്ല, പാവങ്ങൾക്ക് ഒരു സഹായവും ചെയ്തു കൊടുത്തില്ല ഇവര്, ഒരു സഹായം. ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന 142 കുട്ടികളെ പഠിപ്പിക്കുന്നത് MLA മുൻകൈ എടുത്തിട്ട് സ്പോൺസർഷിപ്പ് മേടിച്ചു കൊടുത്തിട്ടാണ്. ഈ 642 കോടി രൂപ ഈ ബാങ്കിൽ കൊണ്ട് ഇട്ടിട്ട് ഈ ഗവൺമെന്റ് ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള എന്ത് സൗകര്യം ചെയ്തു കൊടുത്തു? ഈ 3 വാർഡേ ഉള്ളൂ. 3 വാർഡിലെ 142 കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്നത് ടി സിദ്ദിഖ് MLA സഹായിച്ചിട്ടാണ്, സ്പോൺസർമാരെ കൊണ്ടുവന്നു. ഈ സർക്കാർ ഈ കാശ് എന്താ ചെലവാകാത്തത്? ആ ചോദ്യത്തിന് ആദ്യം മറുപടി പറയട്ടെ, എന്നിട്ടല്ലേ പാർട്ടിയുടെ കാര്യം. ഇത് ഞങ്ങളുടെ പാർട്ടിക്കാർ തന്ന പൈസയല്ലേ, മറ്റത് പൊതുജനം. അല്ലല്ലോ കേൾക്ക്, അത് ഞങ്ങൾ പറഞ്ഞോളണ്ടേ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ. ആദ്യം മുഖ്യമന്ത്രി പൊതു ഫണ്ട് നാട്ടുകാരുടെ പൈസ ഞാനടക്കമുള്ള ആളുകളുടെ പൈസ കൊടുത്തിട്ട് ആ പൈസ ചെലവാക്കാത്ത എന്താന്ന് പറയും. അപ്പൊ ഞങ്ങൾ ഇതും പറയാം. അല്ല ഞങ്ങൾ പറയട്ടെ, അല്ലല്ല ഞങ്ങൾ CPM-നോടല്ല ഗവൺമെന്റിനോടാ, മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ചെലവാക്കിയില്ല? നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ആ പാവങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് മറുപടി പറഞ്ഞു.